മാനന്തവാടിയിൽ CNG വാഹനങ്ങളെടുത്ത ഉപഭോക്താക്കൾ കടക്കെണിയിലും ദുരിതത്തിലുമായി. ഒരു വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയ CNG പമ്പ് ഇനിയും തുറക്കാത്തതാണ് നൂറുകണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബത്തെ പട്ടിണിയിലാക്കുന്നത്. മാനന്തവാടി കണിയാരത്ത് പ്രവൃത്തികൾ പൂർത്തിയായിട്ടും പലവിധ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചാണ് പമ്പ് തുറക്കാത്തത്. ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർധനയുടെ പശ്ചാത്തലത്തിൽ ബദൽ ഇന്ധനമായ CNGയിലേക്ക് മാറിയവർക്കാണ് ആവശ്യത്തിന് പമ്പുകളില്ലാത്തത് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. 1.5 വർഷത്തോളം മുമ്പാണ് CNG ഓട്ടോറിക്ഷകൾ വ്യാപകമായി പ്രചരിച്ചത്. ഏറെക്കുറെ ഡീസൽ ഓട്ടോയുടെ അതേ വില തന്നെ നൽകിയാണ് ഉപഭോക്താക്കൾ വിവിധ കമ്പനികളുടെ CNG ഓട്ടോറിക്ഷകൾ ബാങ്ക് വായ്പയെടുത്ത് ഉപജീവനത്തിനായി സ്വന്തമാക്കിയത്. ജില്ലയിൽ എല്ലായിടങ്ങളിലും CNG പമ്പുകൾ 3 മാസം കൊണ്ട് സ്ഥാപിക്കുമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഇവിടെ ഇരിക്കുന്ന ഈ വന്ന വണ്ടികളെല്ലാം തന്നെ ഏതാണ്ട് 35-40 കിലോമീറ്ററോളം ഓടിയിട്ട് വേണം ഇന്ധനം നിറയ്ക്കുന്നതിന്. അത് പോയി വരുമ്പോൾ 40 എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടണം. അപ്പോൾ ഏതാണ്ട് ഒരു 2 കിലോ ഗ്യാസിനോട് അനുബന്ധിച്ച് ഈ സാധനം പോകും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കൂട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരെല്ലാം ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിർത്തുകയാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ചാർജർ വണ്ടികളും അതേപോലെ CNG വണ്ടികളുമായിരിക്കും കൂടുതൽ നിരത്തിലിറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സാധനം നമുക്ക് തരുന്നത്. കൽപ്പറ്റയിലും ബത്തേരിയിലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പമ്പ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും മാനന്തവാടിയിൽ ഇനിയും തുടങ്ങിയിട്ടില്ല. മാനന്തവാടി പ്രദേശത്തു നിന്നും ഇന്ധനം നിറയ്ക്കാനായി കൽപ്പറ്റയിലോ ബത്തേരിയിലോ പോയി തിരിച്ചെത്തി യാത്രക്കാരുമായി സർവീസ് നടത്താൻ തുച്ഛമായ മൈലേജ് മാത്രമേ പിന്നീട് ലഭിക്കുന്നുള്ളൂ. ഇതിനു പുറമെ CNGക്ക് വില കൂടിയതും സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവും ഓട്ടോ തൊഴിലാളികളെ കടക്കെണിയിലാക്കിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ മാനന്തവാടിയിലെ CNG പമ്പ് തുറക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.